ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഡൈനിങ് ടേബിളിനരികിൽ പോയി ഒരിക്കൽ കൂടി ചെയർ നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും പ്ലേറ്റിലേക്ക് വിളമ്പി. ഒരു ചെറിയ പീസ് ചപ്പാത്തി മുറിച്ചെടുത്ത് കറിയിൽ കുതിർത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവന്റെ നോട്ട് ഇടത് കയ്യിലിരുന്ന തന്റെ ഫോണിലായിരുന്നു. പക്ഷേ എരിവ് നാവിലേക്ക് പടരും മുമ്പ് ആദ്യമേ തരിപ്പിൽ കയറിയതും ആഞ്ഞ് ചുമച്ചുപോയി അവൻ. പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചുകൊണ്ട് അവൻ ഫുഡ് വിഴുങ്ങി. തരിപ്പിൽ കയറി എരിവ് കാരണം അവന് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. അവൻ വീണ്ടും വീണ്ടും ആഞ്ഞ് ചുമച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഏകം നിന്നിടത്തൊന്നും അനങ്ങിയതുകൂടിയില്ല. കയ്യിലിരിക്കുന്ന ചെക്ക് ചുരുട്ടിപ്പിടിച്ച് അവൾ അവന്റെ വെപ്രാളവും പരവേശവും നോക്കി അങ്ങനെ നിന്നു. വയലിന്റെ മുഖം ചോരപ്പൊടിയും കണക്കെ ചുമന്നു കയറി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വെള്ളത്തോടെ പകത്തേക്ക് പോയ കറിയുടെ എരിവ് തൊണ്ടക്കുഴി മുതൽ വയറുവരെയുള്ള ഭാഗങ്ങളെ കാർന്നു തിന്നുന്ന പോലെ അവന് തോന്നി. താൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന നിലയിൽ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഏകയെ അവന് വലിച്ചീറാൻ തോന്നി. Do something, you idiot! അവൻ അലറുമ്പോഴും അവൾ അങ്ങനെ തന്നെ നിന്നു. ഒരുവിധം ശ്വാസം നേരെ വീണതും അതീവ ദേഷ്യത്തിൽ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ വൈദ്യൻ ഏകയെ നോക്കി. അപ്പോഴാണ് അവൾ അവന്റെ അടുത്തേക്ക് നടന്നിയെന്ന്. ടേബിളിൽ ഇരു കൈകളും കുത്തി അല്പം കുനിഞ്ഞവനെന്ന് സൂക്ഷിച്ചു നോക്കി ഏക. അഹങ്കാരം കുറച്ച് കുറഞ്ഞോ ആക്ടർ വൈദ്യൻ രുദ്രദേവ് വർമ്മ? തന്റെ സോറി ഞാൻ ആക്സെപ്റ്റ് ചെയ്തേനെ. കാരണം തന്റെ കാമുയ്ക്കും തന്റെ പെങ്ങൾക്കുട്ട് ആദ്യം പൊട്ടിച്ച് ഞാനാ. അതുകൊണ്ടാണല്ലോ തനിക്കെന്നെ തല്ലേണ്ടി വന്നു. പക്ഷെ ഒരു പെണ്ണിനെ, അതും താനൊരു മലയാളിയായിട്ട് കൂടി മറ്റൊരു മലയാളി അന്യനാട്ടിൽ വെച്ച് സ്വന്തം ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ദിവസവും പച്ചവെള്ളം പോലും തരാതെ അപമാനിക്കാൻ തോന്നിയ തന്റെ കാമുകിയുടെ മനസ്സ്, അത് താനങ്ങ് ക്ഷമിച്ചു അല്ലേ? ബാധിക്കപ്പെട്ട പെണ്ണിന് ഓട്ടോഗ്രാഫിൽ ഒപ്പിടും പോലെ ഒപ്പിട്ട ചെക്ക് അവളുടെ കയ്യിൽ തിരികെ കൊടുക്കാണിച്ച തന്റെ മനസ്സ് ഞാൻ കാണാതെ പോകരുതല്ലോ. എന്താ താൻ വലിയ സിനിമാ നടന്ന അഹങ്കാരാണോ? ഓ അതല്ലല്ലോ, താൻ വലിയ വർമ്മ കുടുംബത്തിലെ കിരീടം വെക്കാത്ത അവകാശിയല്ലേ? അവന്റെ അലറൽ ഫ്ലാറ്റിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. അലറണ്ട, ഈ ഫുഡ് ഞാൻ തനിക്കുണ്ടാക്കിയല്ല, തന്റെ കാമുകില്ലേ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. തന്നെ കൂടി ഞാനിത് കഴിപ്പിക്കലായിരുന്നു. പക്ഷെ താൻ എനിക്ക് വിലയിട്ടില്ലേ, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ പെണ്ണാണെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നതിൽ എന്താ അർത്ഥാണുള്ളത്? ഞാൻ കാരണം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ജോലിയെ ബാധിക്കാൻ പാടില്ലെന്ന് ഓർത്താ ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ച്. പക്ഷേ ഇനി വയ്യ. അവൾ ആ ചെക്ക് വലിച്ചു കീറി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതുപോലൊരു ചെക്ക് കൂടി എഴുതി തന്നെ മറ്റവൾ കൊണ്ട് കൊടുക്കണോ? തന്റെ പിച്ചക്കാശ് അവൾക്കാ കൂടുതൽ ചേരുന്നത്. ഒരു നിമിഷം വൈരിന് തല പൊട്ടിത്തെറിക്കുമെന്ന് പോലും തോന്നി. രക്തം തിളച്ച് മറിയുന്ന പോലെ ഉള്ളിൽ കത്തി ഉയർന്ന കോപടക്കാനാവാതെ അവനാകെ വിറച്ചു നിന്നു. അലറിക്കൊണ്ട് അവൻ പുറകിൽ കിടന്ന ചെറിൽ പുറങ്കാലിന് തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ പാഞ്ഞു വന്നു. ഏക ആ വരവിലൊന്ന് പതറി. മുന്നും പിന്നും നോക്കാതെ തന്നെ കൈവച്ച് പഴകിയവനാണ്. ഇപ്പോഴത് സംഭവിക്കുന്നതിന് ചെയ്യുമെന്ന് ഉറപ്പാണ് അവൾക്ക്. പക്ഷെ ഇത്തവണ സംഭവിക്കാൻ നോക്കേണ്ടത് തന്റെ കൂടി ആവശ്യമാണ്. ഒരിക്കലെങ്കിലും അവന്റെ മുമ്പിൽ ജയിക്കണം. തന്നെ നേടാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നവരുടെ മുന്നിൽ വന്നിന്ന് അവൻ വീറോടെ അവളെ തുറിച്ചു നോക്കി. പ്രതീക്ഷ നീക്കമൊന്നും വയറിൽ നിന്നുണ്ടാവുന്നില്ലെന്ന് കാണെ അവനെ ഒരു നിമിഷം നോക്കിയ ശേഷം പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും പോണിറ്റയിൽ കെട്ടിവെച്ച അവളുടെ മുടിയിൽ അവൻ പിടിച്ചു വലിച്ച് അവനോട് അടുപ്പിച്ചിരുന്നു. അവളൊന്ന് ചിരിച്ചു. എന്നോടോ ബാല? തിരിഞ്ഞു നോക്കാതെ തന്നെ അവന്റെ കയ്യിൽ ഇരു കൈകൾ കൊണ്ട് മുടിയോട് ചേർത്ത് തന്നെ അമർത്തി പിടിച്ചവൾ. ശേഷം മുന്നിലേക്കൊന്നാഞ്ഞ് വേഗത്തിൽ അവളും തിരിഞ്ഞുകൊണ്ട് തന്റെ വലത് കൈ റിലീസ് ചെയ്ത് മുഷ്ടിയുരുട്ടി അവന്റെ വയറ്റിലൊന്ന് പഞ്ച് ചെയ്തു. ഉരുക്ക് ബോഡി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നന്നായി വേദനിച്ചു. ആർക്കാ? പെണ്ണിന്. ഇടത് കൈ കൊണ്ട് മുകളിൽ പിടിച്ചിരുന്ന അവന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് വലത് കൈ കുടഞ്ഞുപോയി ഏക. വേദനയിൽ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവനെ നോക്കിയതും ദേഷ്യത്തിൽ തുറിച്ചു നോക്കുന്നവനെയാണ് കണ്ടത്. നിനക്കെന്നെ കൈവെക്കണമല്ലേ? വെക്കടി, കാണട്ടെ. അവൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഒപ്പം അവിടെ അടുത്തേക്ക് ചുവട് വെച്ച് വരുന്നുണ്ട്. ആ വരവിൽ തന്നെ അവന്റെ മുഖത്ത് തെളിയുന്ന ഭാവം ഏകയുമായി ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ആക്രാന്തം വിളിച്ചോതുന്നുണ്ട്. ഈശ്വര, കേറി വരുവാണല്ലോ. ഇങ്ങനൊരു സെലിബ്രിറ്റി തന്നെയാണോ? കണ്ടിട്ടൊരു കവലച്ചട്ടമ്പി പോലെയുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ ഓർത്തെങ്കിലും രണ്ടും കൽപ്പിച്ച് കട്ടക്ക് നിൽക്കാൻ അവളും തീരുമാനിച്ചു. ഒന്നുമില്ലെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമാ നടനാണല്ലോ. ഇനി താൻ വല്ല സ്വപ്നവും മറ്റോണോ ഈ കാണുന്നത്? ക്രഷും താനും അടികൂടുന്നു. അടുത്തേക്ക് നടന്നു വരുന്നവനെ എതിരിടാൻ അടുത്ത അടവും കൊണ്ട് അവന്റെ അടുത്തേക്ക് അടുത്തും അവളുടെ നെഞ്ചിന് താഴെയായി തന്റെ വലത് കൈപ്പത്തി അമർത്തി മറുകൈ കൊണ്ടെടുത്ത് തലക്കുമേത് ഉയർത്തി വൈരി. ആ കറക്കത്തിനിടയിൽ ഏകക്ക് മനസ്സിലായി താൻ ഏത് നിമിഷവും മലർത്തി അടിക്കപ്പെടുമെന്നുള്ളത്. നട്ടിൽ പൊട്ടി ജീവിതകാലം മുഴുവൻ ബെഡിൽ കിടക്കാമെന്ന് ഉറപ്പിച്ച നിമിഷം തന്റെ കാൽ നിലം തൊടുന്നറിയെ തെല്ലൊരമ്പരപ്പോടെ അവളവനെ നോക്കി. മുഖത്ത് ഭാവ്യത്യാസമൊന്നും തന്നെയില്ല, ദേഷ്യം തന്നെയാണ്. ഏകക്ക് തലയുറ്റുന്നുണ്ടായിരുന്നു. വലവിധനെയും കാലിൽ നിലത്തുറപ്പിച്ച് അവൾ അവനെ രൂക്ഷമായി നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മുരണ്ടു. പെണ്ണായി പോയി. ഇല്ലേ താൻ എന്ത് ചെയ്യടോ? ഏതോ ഒരു നിമിഷം അവൻ വിട്ടതാണ്, വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ അവള് വെല്ലുവിളിച്ചു. എങ്കിലും ഇനി എടുത്തു പൊക്കി മലത്തി അടിച്ചാലെന്ന് അവളൊന്നും ഭയക്കാതിരുന്നില്ല. നിന്നെ കൈവച്ച എന്റെ കൈ നാറും.
പക്ഷെ എനിക്കിട്ട് പണിഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ആ ടേബിളിരിക്കുന്ന ഫുഡ് മുഴുവൻ നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പോവാ ഈ വൈരിൻ. നീ ഉണ്ടാക്കിയ കറി നീ തന്നെ കഴിച്ചോ, അതാ നിനക്ക് നല്ലത്. അപ്പൊ എങ്ങനെയാ, സ്വന്തമായി തിന്നുന്നോ അതോ ഞാൻ തീറ്റിക്കണോ? അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. തന്നെ മറ്റവിടെ ആ ചുണ്ടലിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. വേണ്ടെന്ന് നോക്കുമ്പോൾ തലി കയറി വരുന്നോ? ഇതിന് മാത്രം ഞാൻ തന്നോട് എന്താണോ ചെയ്ത്? എന്റെ ഐശ്വര്യം തന്റെ കാമുകി. ഫ്ലാഷ് ബാക്ക് ഞാൻ ചോദിച്ചില്ല. ബിഗ് സ്ക്രീനിൽ കാണുന്ന വൈരിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എനിക്ക് വൃത്തികെട്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. ഓ, ബിഗ് സ്ക്രീനിൽ താനെന്താ സുന്ദരനാ? അതിലും തനിക്ക് ഈ വൃത്തികെട്ട മുഖം തന്നെയാണോ? എടി ബോഡി നോക്കി തന്റെ ചുണ്ടലിൽ പോയി വിളിക്ക്. ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടി വൈരൻ വിറച്ചുകൊണ്ട് ആളുടെ ഇരുകൈകളെയും ശക്തിയിൽ കടന്നു പിടിച്ച് വലിച്ചുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോയി. എവിടേക്കാണ് എന്നെ കൊണ്ടുവന്ന്? ഉണക്ക സൂപ്പർ സ്റ്റാറേ, വിടു തന്നെ. അത് കേട്ടതും ഏതോ ഓർമ്മയിൽ വൈരിനം നിന്നു. എടോ സൂപ്പർ സ്റ്റാറേ. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് ആ വാക്കുകൾ അക്ഷരങ്ങളുടെ രൂപത്തിൽ മിന്നിമറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ആ ഓർമ്മകളിൽ നിന്ന് അവൻ തിരികെയും വന്നു. ശേഷം സ്വയം തന്നെ ശരീരത്തിലേക്ക് നോക്കി. അളന്നു പണിയിച്ചെടുത്ത പോലെ എഴുന്നേൽക്കുന്ന ഞരമ്പുകളോടുകൂടിയ തന്റെ ബലിഷ്ഠമായ ശരീരം. ഇതുപോലൊരുവനെ, തന്റെ ആകാരൊഴിവിനെ, തന്റെ സ്വകാര്യ അഹങ്കാരമായ തന്റെ ബോഡിയെ കേവലം ഒരു നരന്തു പെണ്ണ് നിർത്തി അങ്ങ് അപമാനിക്കുകയാണ്. കണ്ണുകൾ മുറുക്കി അടച്ചൊന്ന് തുറന്നു അവൻ. അവളുടെ കൈകളിൽ അവന്റെ കൈയുടെ മുറുക്കം കൂടിയതും വേദനയാൽ അവളുടെ മുഖം ചുളിഞ്ഞു. തന്റെ എല്ലിൽ പൊട്ടി ഭസ്മമാവുമെന്ന് അവൾക്ക് തോന്നിപ്പോയി. വിടോ, തനിക്ക് നാണില്ലേടോ ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ? ഒരു സൂപ്പർ സ്റ്റാർ വന്നേക്കുന്നു. വീട്ടിലെങ്കിൽ താനൊരു പെണ്ണുപിടിയാണെന്ന് കേരളക്കര പാടി നടക്കും. ദേ, എന്റെ കയ്യിൽ ഈ പിടുത്തത്തിന് മറുപടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മുട്ടുകാലും മർമ്മത്തിൽ കയറ്റാൻ അറിയാമെന്നാണ് പെണ്ണ് ഉദ്ദേശിച്ചത്. അവനത് മനസ്സിലാവുകയും ചെയ്തു. അവനവളെ വലിച്ചെടുത്ത് ഡൈനിങ് ടേബിളിനടുത്തുള്ള ചുമരിൽ ചേർത്ത് തിരിച്ചു നിർത്തി അമർത്തി. തന്റെ ഇടത്തേക്ക് അവളും മാറിടങ്ങളും ഭിത്തിയിൽ അമർന്നതും അസഹ്യമായ വേദനയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി. വലത് കൈ നീട്ടി ഡൈനിങ് ടേബിളിൽ നിന്ന് ചിക്കൻ കറിയിൽ വിരലുകൾ മുക്കിയ ശേഷം കുതിറിപ്പിടയുന്ന അവളുടെ വായിലേക്ക് വിരലുകൾ കടത്തിയവൻ. എന്താണ് ഇപ്പോൾ നടന്നതെന്ന് ചിന്തിക്കും മുമ്പ് അവന്റെ കൈകൾ അവിടെ വായ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നവൻ ഉപ്പിന്റെ ചവർപ്പിനൊപ്പം നാവിലും ചുണ്ടിൽ അരിച്ചേറുന്ന മുളകുപൊഴിയ നീറ്റലിൽ അവളൊന്ന് പിടഞ്ഞു. വീണ്ടും അവന്റെ കൈവിരലുകൾ തന്റെ വായ്ക്കകത്തേക്ക് നീണ്ടുവരുന്ന കണ്ടതും അവൾ രണ്ടും കൽപ്പിച്ചതിനെ നിന്നു. ഇനി ആ വിരലുകൾക്ക് തന്റെ കീരിപ്പല്ലുകൊണ്ട് മറുപടി കൊടുക്കുക എന്ന പോലെ. പക്ഷേ ഞൊടിയിടയിൽ പെണ്ണിനെ തിരിച്ചു നിർത്തി അവൻ അവളിലേക്ക് പൂർണ്ണമായും തന്റെ ശരീരം അമർത്തി വെച്ചു. ഇരു ശരീരങ്ങളും പരസ്പരം ഞെരിഞ്ഞമർന്നു. ഏകയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. പക്ഷെ അവനപ്പോഴും ഡൈനിങ് ടേബിളിലിരിക്കുന്ന കറിയിൽ നിന്നും കുറച്ച് കറി കയ്യിൽ കോരിയെടുക്കുന്ന തിരക്കിലാണ്. കുറുകിയ കറി അവന്റെ 3 വിരകളിൽ കോരിയെടുത്ത് അവളെ ഒന്ന് നോക്കുമ്പോൾ പെണ്ണ് പഴയതുപോലെ നിർവികാരിയായി നിൽക്കുന്ന കാണെ അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. അതെ, തന്റെ ശരീരം പൂർണ്ണമായ അവളുടെ ദേഹവുമായി അമർന്നിരിക്കുകയാണ്. വായും തുറന്നു നിൽക്കുന്നവളുടെ വായിലേക്ക് ആ കറി തിരികെ അവൻ അവളുടെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചതും എരിവും കറിയും ഒരുമിച്ച് തരിപ്പിൽ കയറി പിടഞ്ഞവൾ. മുഖം തക്കാളിപ്പഴം കണക്കെ ചുമന്നു എന്ന് കാണെ ഒരു വിജയച്ചിരിയോടെ അവിടെ പിടപ്പും വെപ്രാളവും അവൻ അല്പം മാറി നിന്ന് നോക്കി ആസ്വദിച്ചു. എരിയുന്നു ദുഷ്ട. എരി വലിച്ചും കണ്ണു നിറച്ചും ആഞ്ഞു ചുമച്ചും അവൾ വെള്ളത്തിനായി ഡൈനിങ് ടേബിളിലേക്ക് നോക്കി. പക്ഷെ ആ ജഗ് കാലിയായിരുന്നു. പെട്ടെന്നൊരു ബോട്ടിൽ വെള്ളം തന്നെ നേർക്ക് നീണ്ടുവരുന്ന കാണെ അത് നീട്ടിയ വൈരിനെ കാണെ അവൾ വിശ്വസിക്കാനാവാൻ നോക്കി. കുടിക്ക് അവൻ പറയുമ്പോൾ ആ ബോട്ടിൽ വാങ്ങി വേഗത്തിൽ തുറന്നു. ഏക തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അവൻ. ആർത്തിയോടെ കട്ട തണുപ്പ് വായിലേക്ക് ഒഴിച്ചതും എരിയുന്ന നാവിന് കിട്ടുന്ന ആശ്വാസത്തിൽ അവളത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് വായിലേക്ക് ആസിഡ് ഒഴിച്ച പോലെ ഫീലായിരുന്നു അവൾക്ക്. നാവിൽ എരിവ് തട്ടുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, എരിവിരട്ടിക്കും. അറിയില്ലേ വീരശൂര പരാക്രമിക്ക്. ഇത് അവന്റെ ഒരു തരം പക വീട്ടിലാണെന്ന് ഏകം മനസ്സിലാക്കി. ഒപ്പം തന്നെ അവന്റെ പരിഹാസം നിറഞ്ഞ മുഖവും കാണെ സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്ന നിമിഷം. കൊല്ലും. ഡൈനിങ് ടേബിളിൽ നിന്ന് ചിക്കൻ കറി പാത്രത്തോടെ എടുത്ത് അവൾ അവന്റെ നേർക്ക് വീശി ഒഴിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കം അവളിൽ നിന്നുണ്ടായതും ഇരു കൈകളും വിരിച്ച് അവൻ പുറകിലേക്കൊന്ന് ചാടി. കണ്ണിൽ വീഴാഞ്ഞത് ആക്ഷൻ സൂപ്പർ സ്റ്റാറിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കവിളിലും ചുണ്ടിലും മീശയിലും താടിയിലും കൂടാതെ കഴുത്ത് മുതൽ നെഞ്ചിലും വയറിലും എന്തിന് ട്രാക്ക് പാന്റിന്റെ മുന്നിൽ വരെ കറിയിൽ മുങ്ങിയവൻ. ആലർച്ചയിൽ ഏകയൊന്ന് വിറച്ചുവോ. അതീവ ദേഷ്യത്തോടെ അവളുടെ നേരെ അവൻ ഓടിയെടുത്തു. ഏക തിരിഞ്ഞോടി. ഇല്ല, താൻ പോടോ. സോഫയ്ക്ക് ചുറ്റും 2 റൗണ്ട് ഓടിയ ശേഷം അവളൊന്ന് തിരിഞ്ഞു നോക്കി. തന്റെ പുറകെ ഓടി വരുന്നവൻ നേരെ ചാടി സോഫയിൽ കയറിയതും ഏകവേഗം ഡൈനിങ് ടേബിളിന് ചുറ്റും അഭയം പ്രാപിച്ചു. പെട്ടെന്നാണ് അഞ്ജലിയും വാമികയും ഡേവിഡ് അവിടെ കയറി വന്ന്. അവർ കണ്ട കാഴ്ച കണ്ട് മൂവരൊരു നിമിഷം സ്തംഭിച്ചു പോയി. വൈരിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പോലെ ഏക മുന്നിലൂടെ ഓടുകയാണ്. അവൾക്ക് പിന്നാലെ വൈരിനും. അവന്റെ ദേഹം മുഴുവൻ കറിയാണ്. ഫ്ലാറ്റ് മുഴുവൻ കോഴിക്കറിയുടെ മണാണല്ലോ. വാമി ഒരു ചിരിയോടെ പറഞ്ഞുപോയി. പക്ഷെ അഞ്ജലിയുടെ കിളികൾ കൂട്ടത്തോടെ പറന്നുപോയി. തങ്ങളെ കണ്ടിട്ടും ഏകക്ക് പുറകെ ഓടുന്ന തന്റെ ഏട്ടനെ നോക്കിയ ഒരു ചിരിയോടെ വാമിക വായിൽ കൈവച്ച് നോക്കി നിന്നു. തന്റെ കാമുകി തന്നെ നോക്കുന്നു.
ഓടുന്നതിനിടയിൽ ഏക കിതപ്പോടോരെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഏയ് വാമിക, നിന്റെ ഏട്ടന് ആരുമില്ലാത്ത ടൈമിൽ എന്നെ കയറി പിടിച്ചു. അത് കേട്ടതും വൈദ്യുതി നിമിഷം നിന്നു. ഇടുപ്പിൽ ഇരു കൈയും കുത്തി അവൻ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. ആ ഗ്യാപ്പിൽ കുനിഞ്ഞ് ഇരു കാൽമുട്ടിൽ കൈ താങ്ങി ഏക നിന്ന് കിതച്ചു. പക്ഷേ ഡേവിഡിന്റെ മുഖത്തെ ഞെട്ടലാണ്. ഓടുന്നതിനിടയിൽ വൈദ്യം വീഴുകയോ മറ്റോ ചെയ്ത ദി ഗ്രേറ്റ് രുദ്രദേവർമ്മ തന്നെ പച്ചക്ക് കത്തിക്കും. മാത്രമല്ല വൈദ്യം രുദ്രദേവർമ്മ എല്ലാം തികഞ്ഞ ഒരു ആൽഫാമേനാണ്. പക്ഷെ ഇപ്പൊ കണ്ട ഒരു ചോക്ലേറ്റ് ബോയ് ലുക്ക്. ഏകയെ നോക്കി ചുണ്ട് അടിച്ചു പിടിച്ച് വീണ്ടും അവൾക്കടുത്തേക്ക് വൈദ്യൻ ഒരിക്കൽ കൂടി പായുമ്പോൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടത് ഏക അവസാനം പറഞ്ഞ വാക്കുകളാണ്. ഏയ് വാമിക, നിന്റെ ചേട്ടൻ ആരുമില്ലാത്ത ടൈമിൽ എന്നെ കയറി പിടിച്ചു. ഏക നിക്ക്. ഉറക്കെ വിളിച്ചുകൊണ്ട് ആൾക്ക് പുറകെ ഡേവിഡും കൂടിയതും വൈദ്യം കൈകൾ ഉയർത്തിയാണ് തടഞ്ഞു. ഡേവിഡ്, നോ, ദിസ് ഈസ് മൈ ഗോൾ. എന്താ പറഞ്ഞ് വാമിക? അവനിപ്പോ എന്താ പറഞ്ഞ്? അവളവന്റെ കേളാണെന്നോ? അഞ്ജലി ഒരു ഭ്രാന്തിയെ പോലെ ചോദിച്ചു പോയി. ഗേളല്ല, ഗോള്. വാമിക അഞ്ജലിയെ തിരുത്തിക്കൊണ്ട് ആവേശത്തിൽ വൈദ്യം നോക്കി വിളിച്ചു പറഞ്ഞു. ഏട്ടാ ക്യാച്ച്, സൂപ്പർ. പക്ഷെ കിച്ചണിലേക്ക് ഓടിക്കയറിയേക്ക അബദ്ധത്തിൽ ഫ്രിഡ്ജിനിടയിൽ ലോക്കായി പോയി. കിതപ്പിനാലും ഒപ്പം തലച്ചോറ് വരെ തുളഞ്ഞേറിയ എരിവിലും അവൾ തളർന്നു. ഓടിയെടുത്തവൻ അവൾ ലോക്കായത് കാണെ അടിവെച്ചഴിവെച്ച് മെല്ലെ അവൾക്കടുത്തേക്ക് വരുമ്പോൾ പല്ല് കടിച്ച് പിടിച്ചൊരു ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞിരുന്നു. ഫ്രിഡ്ജിന്റെ കോർണറിൽ ചുമരിനോട് പറ്റി ചേർന്ന് നിൽക്കുന്നവരുടെ ഇരുവശങ്ങളിലും കൈകുത്തി അവൻ നിൽക്കുമ്പോൾ തളർച്ചയോടെ ഇരു കൈകളും ഉയർത്തി അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. സർ പ്ലീസ്, ഇനി എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. അവൻ നോക്കിക്കാണുകയായിരുന്നു. മൂക്കും ചുണ്ടുമൊക്കെ ചുമന്ന് ചോര തൊട്ടിരിക്കാൻ പാകത്തിനുണ്ട്. കണ്ണുകൾ വരെ ചുമന്ന് കലങ്ങി നിറഞ്ഞ് കവിയുന്നുണ്ട്. എരിവും കിതപ്പും കാരണം വായിലൂടെ ശ്വാസം വലിച്ചെടുക്കുന്നവരുടെ നാവിന് വരെ ചെറിപ്പഴം പോലെ ചുവപ്പ് നിറമാണ്. തന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ധാർഷ്ട്യ ഭാവം അവനിൽ നിറഞ്ഞതിന് പുറമെ അവൻ പോലും അറിയാതെ മറ്റെന്തോ കൂടി അവനിൽ ഉടലെടുത്തു. ആൺകുട്ടികളുമൊത്ത് ഓടി അടിച്ച് കളിക്കരുതെന്ന് തന്റെ പിശാചി ചെറിയ മൈഷുവിനെ ഉപദേശിക്കുന്ന ഏകക്ക് ഓർമ്മ വന്നു. പക്ഷെ മറ്റൊന്നും ചിന്തിക്കാതെ വൈദ്യൻ തന്റെ മുഖം അവിടെ നേർക്ക് അടുപ്പിച്ചു. അഞ്ജലി ആ കാഴ്ച ഒരു പകപ്പോടെ നോക്കി നിന്നു. വാമികയിൽ ഏട്ടൻ ജയിച്ചതിന്റെ കുസൃതി നിറഞ്ഞ സന്തോഷം മാത്രമാണ്. ആര് നോക്കിന്നാലും തനിക്കൊരു ചുക്കില്ലെന്നൊരു ഭാവമാണ് വൈദ്യനിൽ. തന്റെ ദേഹത്തേക്ക് ചിക്കൻ കറി ഒഴിച്ചവൾക്ക് തന്റെ അതേ അവസ്ഥ തന്നെ വരണമെന്ന് അവൻ ഓർത്തു. ഒപ്പം താൻ അവളെ കയറി പിടിച്ചെന്ന് അവൾ നടത്തിയ വെല്ലുവിളിയും. പിന്നെന്തോ ഇത്രയിട്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്യാതെ വിടാൻ തോന്നിയില്ല അവന്. ഏകയുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി അവളവന്റെ ദേഹത്തേക്ക് ശക്തിയിൽ വലിച്ചടുപ്പിച്ചുകൊണ്ട് അമർത്തി വെച്ചു. അവന്റെ ബ്ലാക്ക് ടീഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറി മുഴുവൻ അവൻ മനഃപൂർവ്വം അവളുടെ ദേഹത്തേക്ക് തേച്ചു പിടിപ്പിച്ചു. അതിൽ തൃപ്തനാവാതെ അടുത്ത നിമിഷം അവൻ തന്നെ മുഖയുടെ മുഖത്തോട് ചേർത്തു. ഇടത് കവിൾ അവളുടെ വലത് കവിളിലും വലത് കവിൾ അവളുടെ ഇടത് കവിളിൽ അമർത്തി ഉരച്ചുകൊണ്ട് സ്വന്തം മുഖത്ത് പറ്റിയിരുന്ന കറികളുടെ മുഖത്തേക്ക് പടർന്നു. അവന്റെ ട്രിം ചെയ്ത കട്ടിയുള്ള താടി രോമങ്ങൾ ശക്തിയായി അവളുടെ മൃദുലമായ കവിളുകളിൽ ഉരഞ്ഞതും അപ്രതീക്ഷിതമായ സ്പർശനത്തിൽ ഏകയുടെ കണ്ണുകൾ അറിയാതെ വിടർന്നുപോയി. പരസ്പരം ചേർന്ന് ഇന്ന് ഉരസി മാറുന്ന രണ്ട് ശരീരങ്ങൾ. ചുറ്റുമുണ്ടായിരുന്നവരുടെ കണ്ണിൽ പതിഞ്ഞ കാഴ്ച അതായിരുന്നു. പക്ഷേ ഏകയുടെ കൈകൾ ഒരിക്കൽ പോലും അവനെ സ്പർശിച്ചില്ല. പകരം അവളുടെ കൈവിരലുകൾ സ്വന്തം പാന്റിന്റെ ഇരുവശങ്ങളിലും മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ നോട്ടം ചുറ്റും മിഴിച്ചു നിൽക്കുന്നവരിലേക്ക് പരക്കം പായുമ്പോൾ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കി അവളിലെ പിടിവിടാതെ തന്നെ അവൻ അവളെ ഒന്ന് നോക്കി. ഒരു നിമിഷം താൻ ഇതെന്തൊക്കെയാണ് കാണിച്ചതെന്ന് അവന് സ്വയം വിശ്വസിക്കാൻ കഴിയാത്ത പോലെ തോന്നി. പക്ഷെ അവളിൽ നിന്നും പിടിവിട്ട് അവൻ അകലും മുമ്പ് അവന്റെ നെഞ്ചിൽ ഇരുകൈകൾ അമർത്തി ഏകവനെ പുറകിലേക്ക് ആഞ്ഞു തള്ളി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തള്ളലിന്റെ ആഘാതത്തിൽ വൈദ്യൻ പുറകിലേക്ക് തെന്നി നിലത്തേക്ക് തെറിച്ച് വീഴുന്നതിനൊപ്പം അവന് തന്നെ കൈതട്ടി കൗണ്ടർ ടോപ്പിലിരുന്ന ഒരു വലിയ ഗ്ലാസ് ജഗ് നിലത്തേക്ക് വീണുടഞ്ഞു. അതിനു മുകളിലേക്കാണ് വൈദ്യൻ ചെന്ന് വീണതും. മുതുകിലായി കുപ്പിച്ചിലുകൾ തറഞ്ഞു കയറിയതിന്റെ വേദനയിൽ വൈദ്യൻ നിലത്ത് കിടന്ന് പുളഞ്ഞുപോയി. ഏട്ടാ! പരിഭ്രാന്തി നിറഞ്ഞ വിളിയോടെ വാമിക അവന്റെ അരികിലേക്ക് ഓടിയെടുക്കും മുമ്പ് തന്നെ ഡേവിഡ് അവനെ നിലത്തുനിന്ന് പിടിച്ചുയർത്തി കഴിഞ്ഞിരുന്നു. പക്ഷെ അഞ്ജലി ഓടിയെടുത്തത് അവിടെ തറഞ്ഞു നിൽക്കുന്ന ഏകക്കടുത്തേക്കാണ്. എത്തിയതും ഏകയുടെ ഇരുകവിളിൽ അവൾ ശക്തിയിൽ മാറി മാറി അടിച്ചു. പ്രതികരിക്കാതെ ഒന്നനങ്ങാൻ കൂടി കഴിയാതെ ഏക അവിടെ തറഞ്ഞു നിന്നുപോയി. കാരണം വൈരിനെ തള്ളി മാറ്റുമ്പോൾ ഇത്രയൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടും കലിയടങ്ങിയില്ല അഞ്ജലിക്ക്. വൈരിനെ തള്ളിയിട്ടതിലല്ലായിരുന്നു അവൾക്ക്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വൈരിൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഓർത്തിട്ടായിരുന്നു അഞ്ജലിക്ക് ദേഷ്യം. കുറച്ചു വർഷങ്ങളായി തികച്ചും ഗൗരവക്കാരനായി മാറിയ വൈരിന്റെ പഴയ കുറുമ്പും കുസൃതിയും തിരികെ വന്ന പോലെ തോന്നിയ അഞ്ജലിക്ക് വൈരിൻ വീഴുന്നവരെയും വാമിക ഉൾപ്പെടെ അതേ സന്തോഷത്തിലായിരുന്നു. ഡി, നീ എന്തായി കാണിച്ചത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? പറയടി. വൈരിന്റെ ഡ്രസ്സിൽ മൊത്തം എങ്ങനെയാടി കറി വീണ്? നീയാണോ ഒഴിച്ച്? കുട്ടിക്കളിയാണെന്ന് കരുതിയോ നീ? നിനക്ക് കുട്ടിക്കളി കളിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ?
പറഞ്ഞുകൊണ്ട് നുരഞ്ഞേറിയ ദേഷ്യത്തിൽ അഞ്ജലി ഏകയെ അടിമുടിയെന്ന് നോക്കി. ഇവളുടെ അല്ല, മറിച്ച് അവന്റെ കുട്ടിക്കളിയാണ് ഏകയുടെ ദേഹം മുഴുവൻ എന്ന് തോന്നി അഞ്ജലിക്ക്. മാറിലും മുഖത്തും വയറിലുമൊക്കെ പറ്റിക്കിടന്ന കറിയിലേക്ക് അവളുടെ നോട്ടം നീണ്ടു. അത് അബദ്ധത്തിൽ പറ്റിയതല്ല, അവൻ മനഃപൂർവ്വം തേച്ചു പിടിപ്പിച്ചതായിരുന്നു. അതും കൈകൊണ്ടല്ല, സ്വന്തം ശരീരം കൊണ്ടായിരുന്നു അവനത് ചെയ്തിരുന്നത്. തന്റെ വിരൽ തുമ്പിൽ പോലും തൊടാത്തവനാണ്. അഥവാ താൻ അടുത്തു പോയിരുന്നാൽ അല്പസമയം കഴിയുമ്പോൾ ഫോണുമായി എഴുന്നേറ്റ് പോകുന്നവനാണ്. ഇപ്പോൾ ഇവളെ കെട്ടിപ്പിടിച്ചതും അവളുടെ കവിളിൽ കവിൾ ചേർത്തതുമൊക്കെ. ആ ഓർമ്മയിൽ ദേഷ്യം ഉടൽ മുഴുവൻ ബാധിക്കുമ്പോൾ അഞ്ജലി വേഗത്തിൽ ഏകയുടെ യൂണിഫോമിലായി പിടിമുറുക്കി. ഷർട്ടിന്റെ ഇരുകോളന്റെ വശങ്ങളിലായി പിടിമുറുക്കിയവൾ ഇരുവശങ്ങളിലേക്കും ശക്തിയിൽ പിടിച്ചു വലിച്ചു. ഏക ഉടൻ തന്നെ അഞ്ജലിയുടെ ഇരുകൈയിലായും പിടിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചു. മാഡം എന്തീ കാണിക്കുന്നേ? എന്റെ ഡ്രസ്സിൽ നിന്ന് കൈയെടുക്ക്. ഈ സമയം വൈരിന്റെ ടീഷർട്ട് റിമൂവ് ചെയ്യുകയായിരുന്നു ഡേവിഡ്. 1-2 ചില്ല് കഷ്ണങ്ങൾ അവന്റെ മുതുകിലും ഷർട്ടിലുമായി തുളഞ്ഞേറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഷർട്ട് റിമൂവ് ചെയ്യാൻ കത്രി കൊണ്ട് കട്ട് ചെയ്യേണ്ടി വന്ന ഡേവിഡിന്. വാമിക കരഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുന്ന തിരക്കിലുമായിരുന്നു. ഡേവിഡ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാനെ ഓടിയ സമയം വൈരിൻ നോക്കുമ്പോൾ കാണുന്നത് അഞ്ജലി ഏകയുടെ കവിളിൽ ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുന്നതാണ്. ഒപ്പം ഏകയുടെ ഷർട്ടിന്റെ ബട്ടൺ തെറിച്ച് വീഴുന്ന കാണെ വേദനക്ക് അടിച്ചു പിടിച്ച് വൈരിൻ അലറി. അഞ്ജലി! വൈരിൻ അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന ഞൊടിയിൽ തന്നെ ഏകയുടെ ഷർട്ട് അഞ്ജലി ഇരുവശങ്ങളിലേക്കും പിളർത്തി മാറ്റിയിരുന്നു. ഒരിക്കലേ കണ്ടുള്ളൂ. അപ്പോഴേക്കും മുഖം വെട്ടിച്ചു മാറ്റിയ വൈരിൻ മുഖത്ത് നിഴലിച്ച സംശയത്തിൽ ഒരിക്കൽ കൂടി മുഖം തിരിച്ച് ഏകയെ നോക്കിപ്പോയി. പക്ഷേ ഏക അപ്പോഴേക്കും പുറംതിരിഞ്ഞു നിന്ന് കഴിഞ്ഞിരുന്നു. തന്റെ മുഖത്ത് കണ്ട അതേ ഞെട്ടൽ അഞ്ജലിയിലും വൈരിൻ ശ്രദ്ധിച്ചു. മനസ്സിൽ പൊന്നിയ സംശയം ഉപേക്ഷിച്ച് അഞ്ജലിയുടെ കവിളിൽ കൈവീശി അടിച്ചു വൈരിൻ. ആ അടിയിൽ അഞ്ജലി നിലത്തേക്ക് തെറിച്ചു വീണു. വേഗത്തിൽ പോയി സോഫയിൽ വിരിച്ചിരുന്ന ടവൽ വലിച്ചെടുക്കുമ്പോൾ കാലിൽ കുപ്പിച്ചിലിന്റെ ചീള് തുളഞ്ഞു കയറുന്ന് അവൻ നോവോടെ തന്നെ അറിഞ്ഞു. പുറകിൽ നിന്നും തന്റെ ഇരുതോളിലൂടെ മുന്നിലേക്ക് വീഴുന്ന വലിയൊരു ടവൽ ഏക വേഗത്തിൽ പിടിച്ചെടുത്ത് പുതച്ചു. പിന്നെ ആരെയും നോക്കാതെ അവൾ വേഗത്തിൽ തിരിഞ്ഞോടി. കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ തണുത്ത പ്രഭാതം കൊട്ടാരത്തെ ഓർമ്മിപ്പിക്കുന്ന പടുകൂറ്റ ഇരുനില ബംഗ്ലാവിന്റെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഉയർന്നു കേട്ടത് പൂജാമുറിയിൽ നിന്നുള്ള മണിനാദമായിരുന്നു. അതെ, വർമ്മ മാൻഷനിൽ ആ ശബ്ദം ഓരോ പ്രഭാതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ദിവസവും മുടങ്ങാതെ ആ മണിനാഥ അവിടുത്തെ രാവിലെകളെ ഉണർത്തും. വിശാലമായ ഹാളിന്റെ കിഴക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പൂജാമുറിയിൽ ചമ്രം പടിഞ്ഞിരുന്ന ഒരു പ്രായമായ സ്ത്രീ ഭക്തിയോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ജാനകി വർമ്മ. മുണ്ടും നേരിയതുമായിരുന്നു അവരുടെ വേഷം. കഴുത്തിൽ സ്വർണ്ണച്ചരടിൽ കോർത്ത വലിയൊരു രുദ്രാക്ഷമാല മാത്രം. മറ്റു ആഭരണങ്ങളൊന്നും അവർ അലങ്കരിച്ചിരുന്നില്ല. എന്നാൽ അതിന്റെ യാതൊരു കുറവും തോന്നിപ്പിക്കാത്ത ഒരു പ്രഭാവം അവരുടെ വ്യക്തിത്വത്തിനുണ്ടായിരുന്നു. ആ ഗാംഭീര്യത്തിനു മുമ്പിൽ അവരുടെ പിന്നിലായി നിൽക്കുന്ന 3 ജോഡി കാലുകൾ പോലും അറിയാതെ വിറച്ചുപോയി. ഈ വർഷേ എനിക്ക് തണുക്കുന്നു. പ്രിയ വർഷയുടെ കാതിൽ അടക്കി പിടിച്ച് പറയുമ്പോൾ വർഷയും പ്രിയ ദയനീയ ഭാവത്തിലൊന്ന് നോക്കി. ഇരുവരും പിന്നീട് നോക്കിയത് തങ്ങൾക്കടുത്ത് നിൽക്കുന്ന രാധികയാണ്. ഈ പറഞ്ഞൊന്നും അവൾക്ക് ബാധകമല്ല. കുലീന നിറഞ്ഞ അടക്കമൊതുക്കമുള്ള ദാവണി ചുറ്റിയ പെൺകുട്ടി. ഓഹ്, എന്തൊരു വെറുപ്പീര്! അതും പറഞ്ഞ് രാധിക നോക്കി വർഷയും പ്രിയയും പതിയെ ചിരിച്ചു. പൂജ കഴിഞ്ഞിറങ്ങി വരുന്ന ജാനകിയുടെ കാലിലേക്ക് വീണ് തൊഴുത് രാധിക. ആളെ തട്ടിമറിച്ചിട്ട് ബാക്കി 2 കൂടി വീണതും ജാനകി കണ്ണു ചുരുക്കി ചെറുമക്കളെ 3 നോക്കി. എന്റെ പിള്ളേരെ പറ്റുന്ന പണിക്ക് പോയാ പോരെ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് കുളിച്ചിറങ്ങി നീയൊക്കെ പൂജാമുറിക്ക് മുമ്പിൽ നിൽക്കുന്ന ഭക്തി മൂത്തിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഈ ജാനകി വർമ്മയ്ക്ക് കബഡി നിർത്തേണ്ട കാര്യമില്ല. എന്നെ പ്രീതിപ്പെടുത്തി എന്റെ ഒരേ ഒരു കൊച്ചുമോന്റെ താലി കഴുത്തിലണിയാമെന്ന് നീയൊക്കെ വ്യാമോഹിക്കേണ്ട കാര്യവുമില്ല. കാര്യം അവൻ ഞാൻ പറയുന്നൊക്കെ കേൾക്കൂന്നുള്ളത് നേര് തന്നെയാ. പക്ഷെ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ഈ ജാനകി ചെയ്യില്ല. പൊക്കോ. 3 ഓടിച്ചു വിട്ടു അവര്. പാടി പോവാ, ഈ തളക്ക് ഭ്രാന്താ. ഓടുന്നതിൽ വർഷം വിളിച്ചു പറഞ്ഞു. വല്ലാത്ത ഭ്രാന്ത് തന്നെയാ. 5 ചെറുകുട്ടികളുടെ ഉള്ളിൽ ഒരേ ഒരു ആൺതരി മാത്രമേ കിഴവിക്ക് കണ്ണിന് പിടിക്കുള്ളൂ. വാമിയെ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തണ്ട. നമ്മൾ 3 ഒട്ടും പിടിക്കില്ല. ഇങ്ങനെ പോയാലേ ആ അഞ്ജലി കയറി ഗോളടിക്കുന്ന തോന്നുന്നു. എന്നാ ഞാൻ ചാവും. എനിക്കെന്റെ വയലില്ലാൻ പറ്റില്ല. പ്രിയാക സങ്കടത്തിലാണ്. നിങ്ങൾ രണ്ടാളെന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാനാരാ? എന്റെ വൈരേട്ടൻ. രാധികയാണ്. നിർത്തണി. അവിടെ ഒരു കണ്ണീർ സീരിയൽ ഡയലോഗ് എന്റെ പോലും എന്റേതെന്ന് തികച്ചു പറയാതെ 2 അക്ഷരം വിളിക്കുന്ന എനിക്ക് ഇപ്പൊ തരാൻ വൈരിനെ. ഒരു വൈരേട്ടൻ. അയ്യോ പ്രിയ, അസഭ്യം പറയത്. അത് നന്നല്ല. വീണ്ടും രാധികയുടെ അവാർഡ് വിന്നിംഗ് പെർഫോമൻസ്. ഓഹ്, എന്റെ വർഷേ, എനിക്ക് ചൊറിഞ്ഞു വരിക. ഈ നാടക നടി എന്റെ മുന്നിൽ കൊണ്ടുപോ. ദൂരേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് പ്രിയ ഒറ്റ അലർച്ചയായിരുന്നു. അപ്പോഴൊന്നും അറിയാത്ത പാത്ത് പോലെ മുഖം വെച്ച് രാധിക കണ്ണു നിറച്ച് നിന്നു. ആ നാടകം കണ്ട് ചിരിയടക്കാൻ പാടുപെട്ട വർഷ ചുണ്ടിലൊരു പുഞ്ചിരിയുമായി കിച്ചണിലേക്ക് നടന്നു. ഈ 3 കുരിപ്പുകൾ അഞ്ജലിയും ചേർത്ത് വൈരിന് 4 കസിൻസ് ഉണ്ട്. 1 വർഷത്തിലുള്ള ഈ 4 നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ കെട്ടിക്കൊള്ളെന്നാണ് ജാനകി വർമ്മ എന്ന വൈരിന്റെ അച്ഛമ്മ ഇട്ട ഓർഡർ. രുദ്രദേവ് വർമ്മയുടെ അമ്മ. അച്ഛൻ മരിച്ചിട്ട് കൊല്ലം കുറെ കഴിഞ്ഞു.
തന്റെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ജാനകി വർമ്മ ഭക്തിമാർഗം സ്വീകരിച്ചു. മുൻകോപക്കാരിയാണേലും ആള് പാവ. ജാനകി വർമ്മയ്ക്ക് മക്കള് 4 പെണ്ണൊരു ആണും. മൂത്തത് രുദ്രദേവ് വർമ്മ, വർമ്മ കുടുംബത്തിലെ ഏക ആൺതിരി. രുദ്രദേവിന് താഴെയായി പവിത്ര വർമ്മ, തുടർന്ന് പ്രീത വർമ്മ, പിന്നെ പത്മാവർമ്മ. ഇവർക്കെല്ലാം ശേഷം ഏറ്റവും ഇളയൊരു മകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ വിധി അവളെ കുടുംബത്തിൽ നിന്ന് വളരെ നേരത്തെ തന്നെ അടർത്തി മാറ്റി. ഇന്ന് അവള് ജീവിച്ചിരിപ്പില്ല. പെൺമക്കൾക്ക് പേരിന്റെ അവസാനമുള്ള വർമ്മ എന്ന വാലിപ്പോ ഇല്ല കേട്ടോ. എല്ലാത്തിനെയും കെട്ടിച്ചുവിട്ടതോടെ പവിത്ര വേണുവും പ്രീത മധുവും പത്മ രാജഗോപാലനും ഒക്കെയായി. വർമ്മസ്ഥാനം അന്യം നിന്നപ്പോൾ തങ്ങളുടെ മക്കളുടെ പേരിന്റെ അവസാനമെങ്കിലും ഈ വർമ്മവാല് വരാൻ അവർ കണ്ടുപിടിച്ച മാർഗമാണ് തങ്ങളുടെ ഒരേ ഒരു ആങ്ങളെ രുദ്രദേവ് വർമ്മയുടെ മകൻ വൈര്യൻ രുദ്രദേവ് വർമ്മയെ കൊണ്ട് മകളെ കെട്ടിക്കുക എന്നത്. പക്ഷെ അമ്മായിമാർക്ക് അവന്റെ വർമ്മ എന്ന സ്ഥാനപ്പേര് മതിയെങ്കിൽ വന്നു ചേരാൻ പോകുന്ന കണക്കിൽ കവിഞ്ഞ സ്വത്തുവകളിലും വൈര്യന്റെ പ്രശസ്തിയിലുമൊക്കെയാണ് മധുവിന്റെയും രാജഗോപാലിന്റെയും കണ്ണ്. പവിത്രയുടെയും വേണുവിന്റെയും മകളാണ് വർഷ. വേണു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. പ്രീതിയുടെയും മധുവിന്റെയും മകൾ പ്രിയ, പത്മയുടെയും രാജഗോപാലിന്റെയും മകളാണ് കുലീനവതിയായ രാധിക. ഈ പറഞ്ഞ പെൺതരികളെ കടത്തിവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നവളാണ് നമ്മുടെ അഞ്ജലി, ദേവന്റെയും രേവതിയുടെയും മകൾ. അറിയാലോ, രുദ്രദേവ് വർമ്മയുടെ ഭാര്യ ദേവിക രുദ്രദേവ് വർമ്മയുടെ സഹോദരനാണ് ഈ ദേവൻ, നമ്മുടെ കോഴി ദേവൻ സാറ്. കിച്ചണിലെത്തിയ വർഷകാണെന്ന് കപ്പിലേക്ക് കോഫി എടുത്തുന്ന ദേവികയാണ്. തൊട്ടടുത്ത് തന്നെ ദേവന്റെ ഭാര്യ രേവതിയുമുണ്ട്. അമ്മായി. വർഷ ഓടി വന്ന് ദേവികയെ കെട്ടിപ്പിടിച്ചതും അത് അത്ര കണ്ട് രസിക്കാത്ത മട്ടിൽ രേവതി മുഖം വെട്ടിച്ച് കളഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.